Plus Mega Bible Quiz 2026 episode 173 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു യെശയ്യാവ് 10 മുതൽ 13 വരെ എഫേസ്യർ 5-ാം അധ്യായം മുതൽ നടത്തുന്നു. ഇന്നലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആൻസേഴ്സ് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, രണ്ടക്ഷരമുള്ള ഒരു സ്ഥലപ്പേരിന്റെ ഇടത്ത് നിന്ന് വലത്തോട്ട് വായിച്ചാൽ ബൈബിളിലെ മറ്റൊരു സ്ഥലപ്പേര് കാണാം, എങ്കിൽ രണ്ട് സ്ഥലപ്പേരുകൾ എഴുതുക എന്നുള്ളതായിരുന്നു ഉത്തരം. റാമ യെശയ്യാവ് 10:29 നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ തിരിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ മാറ എന്നുള്ളത് കിട്ടും. അത് വേണേൽ പുറപ്പാട് 15:23 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾ എഴുതണം എന്നില്ല. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യനോ മൃഗമോ പക്ഷിയോ അല്ല, എന്നാലും ഇതിന് നാവുണ്ട്, ഏതിന് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം മിസ്രയീം കടലിന് എന്നുള്ളതാണ് കേട്ടോ. യെശയ്യാവ് 11:15 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഒരു ശരീര അവയവത്തെ ശിക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുവിനോട് ഉപമിച്ചിരിക്കുന്നു, ഏതാണ് എന്നുള്ളതായിരുന്നു. ഉത്തരം വായ് എന്ന വടി. യെശയ്യാവ് 11:4 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ അവയവം വായ്, ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു വടി. ഓക്കെ. നാലാമത്തെ ചോദ്യം, യഹോവയായ കർത്താവ് പുഷ്ടിയുള്ളവരുടെ ഇടയിൽ അയക്കുന്ന രോഗം, ഇതായിരുന്നു ചോദ്യം. ഉത്തരം ക്ഷയം എന്നുള്ളതാണ് കേട്ടോ. യെശയ്യാവ് 10:16 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം, യഹോവയായ ദൈവം മനുഷ്യനോട്, അതായത് ആദാമിനോട് കൽപ്പിച്ച ഒരു കാര്യം പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹിയായി തീരും എന്നുള്ളതാണ്. എഫേസ്യർ 5:31 നമുക്കിത് കാണാൻ പറ്റുന്നത്. ഉൽപ്പത്തി 2:24 നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. യെശയ്യാവ് 14 മുതൽ 17 വരെ, എഫേസ്യർ 6-ാം അധ്യായം ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.